പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നാളെ നാളെ നീളെ നീളെ എന്ന് പഴമക്കാർ പറയും. ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കണം എന്നുള്ളതാണ് ടെൻഷൻ ഫ്രീ ലൈഫ് ലഭിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ വളർത്താൻ പരിപോഷിപ്പിക്കാം എന്നതിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വല്ലാത്ത ഉത്കണ്ഠകളാണ്, വല്ലാത്ത വ്യാകുലതകളാണ്, വല്ലാത്ത വേദനകളാണ്, പ്രയാസങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനെല്ലാം കൂടി നമുക്ക് ഒറ്റ വാക്കിൽ ഒതുക്കാം: ടെൻഷൻ മൂലമാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്, സ്ട്രെസ് മൂലമാണ് ആങ്സൈറ്റി ഉണ്ടാകുന്നത്. ഇന്ന് സ്ട്രെസ്ഫുൾ ലൈഫാണ്, അല്ലെങ്കിൽ ആങ്സൈറ്റി ഫുൾ ലൈഫാണ് ഒരുമാതിരി എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആദ്യ കാരണം എന്താണ്? ടെൻഷൻസാണ്. ടെൻഷൻ ഫ്രീ ആയിട്ടൊരു ലൈഫ്, ഒരു ജീവിതം നയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അന്നാന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നാന്ന് ചെയ്തു തീർക്കണം എന്നുള്ളതാണ്. വർക്ക് അറ്റ് ഹോം, വർക്ക് അറ്റ് വർക്ക് പ്ലേസ് ആൻഡ് ദ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ സൊസൈറ്റി. കുടുംബത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, ജോലി സ്ഥലത്ത് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, സൊസൈറ്റിക്ക് നൽകേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ ആകെത്തുകയാണല്ലോ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണല്ലോ. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്കൂൾ ടീച്ചറുടെ അദ്ദേഹത്തിന് ആനുവലിൽ ഒരു വർഷം എത്ര ദിവസം കിട്ടും? 180 മുതൽ 200 ദിവസം വരെ കിട്ടും. അപ്പോൾ അവർ ചെയ്തു തീർക്കേണ്ട പ്രോഗ്രാമുകൾ, മെറ്റീരിയലുകൾ ചെയ്തു തീർക്കേണ്ട സമയപരിധി 180നും 200 ദിവസത്തിനും ഇടയിലാണ്. ശരിയാണ്, 12 മാസമുണ്ട്, 52 ആഴ്ചയുണ്ട്, 365 ദിവസമുണ്ട്. ഇനി ലീപ്പ് ഇയർ, അതായത് ഫെബ്രുവരി 29 വരുമ്പോഴാണ് 366 ദിവസം ലീപ്പ് ഇയർ എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയും ദിവസങ്ങൾ ഉണ്ടെങ്കിലും അധ്യയന വർഷങ്ങൾ ശരിക്കും 180 മുതൽ 200 ദിവസം വരെയുള്ള മാത്രമേ ഉള്ളൂ. ഓണത്തിനൊരു സിലബസ് ഉണ്ട്, ക്രിസ്മസ് വരെയുള്ള ദിനങ്ങളിൽ ഒരു സിലബസ് ഉണ്ട്, പിന്നെ വർഷാവസാനത്തിന് ഒരു സിലബസ് ഉണ്ട്. ഇത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോഴാണ് ചിലപ്പോൾ സമരങ്ങളുണ്ടാകാം, വെള്ളപ്പൊക്കങ്ങളുണ്ടാവാം, നമ്മൾ പറയുന്ന പോലെ ബന്ധുണ്ടാകാം, മറ്റ് ദിവസങ്ങൾ. ശരിയാണ്, ഒരു 2ാം ശനിയാഴ്ചയോ അല്ലെങ്കിൽ മറ്റ് ശനിയാഴ്ചകളിലൊക്കെ ക്ലാസ് എടുത്ത് തീർത്താലും നമുക്ക് അതിന് ഒരു പരിധിയുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ചെയ്തു തീർക്കേണ്ട ഏൽപ്പിക്കപ്പെട്ട ജോലികളുടെ തീക്ഷ്ണത എപ്പോഴും ഗൗരവം തന്നെയാണ്. അപ്പോൾ അവിടെ ചെയ്തു തീർക്കാൻ സാധിക്കാതെ വരുമ്പോൾ വീട്ടിൽ ഉത്കണ്ഠയാണ്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല, പിന്നെ സൊസൈറ്റിക്ക് വേണ്ടി സമയം കൊടുക്കാൻ സാധിക്കുന്നില്ല, മക്കൾക്ക് വേണ്ടി സമയം കൊടുക്കാൻ സാധിക്കുന്നില്ല, ഭാര്യയ്ക്ക് വേണ്ടി സമയം കൊടുക്കാൻ സാധിക്കുന്നില്ല. അസ്വസ്ഥതകളായി, വേദനകളായി, പ്രയാസങ്ങളായി, ആകുലതകളായി, അതിൻ്റെ ആകെത്തുകയായി ടെൻഷൻ കൂടി വരുമ്പോൾ സ്ട്രെസ് ആങ്സൈറ്റിയിലേക്കും മറ്റ് മാനസിക അവസ്ഥകളിലേക്കൊക്കെ നമ്മളെ നയിക്കാം. അപ്പം അതുകൊണ്ട് അന്നാന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. 200 ദിവസം നമുക്കുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവാണ് ഒരു പ്രത്യേക റെസ്പോൺസിബിലിറ്റി ചെയ്തു തീർക്കാനായിട്ട് നമുക്കുള്ളതെങ്കിൽ, അതിന് വ്യക്തമായിട്ടുള്ളൊരു രൂപരേഖ നമ്മൾ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ, ഇപ്പം 200 ദിവസമുണ്ട് എനിക്ക് ഒരു അധ്യയന വർഷത്തെങ്കിലെങ്കിലും, ഞാൻ അതനുസരിച്ച് എൻ്റെ സിലബസ് ക്രമപ്പെടുത്തുമ്പോൾ ഞാൻ അതിനു മുമ്പ് വെള്ളപ്പൊക്കം, ബന്ദ്, അതുപോലുള്ള ഇപ്പം ആനുവൽ ഡേ, അതുപോലെ ഓണത്തിൻ്റെ ദിവസങ്ങൾ, ആഘോഷങ്ങൾ, ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ, കുട്ടികളെ കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അതനുസരിച്ച് എൻ്റെ സിലബസിനെ ക്രമപ്പെടുത്തി ഞാൻ ക്ലാസ്സിൽ അവതരിപ്പിക്കുവാനും അത് തീർക്കുവാനായിട്ട് ഞാൻ സന്നദ്ധയാകണം. അല്ലെങ്കിൽ സന്നദ്ധനാകുമ്പോഴാണ് എൻ്റെ പ്രോഗ്രാമുകൾ വിജയിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രോഗ്രാമുകൾ ആനുവലാണ്. ഒരു വക്കീലാകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ 4-5 വർഷമായിരിക്കാം അദ്ദേഹം അതിനുവേണ്ടി ക്രമീകരിച്ചു വെച്ചിരിക്കുക. ഒരു ബിസിനസ് ആണെങ്കിൽ ചിലപ്പോൾ 6-7 വർഷമായിരിക്കാം. ഒരു അപ്പാർട്ട്മെൻറ്റ് തുടങ്ങാനാണെങ്കിൽ 3-4 വർഷമായിരിക്കാം.
ഇങ്ങനെ വ്യക്തമായിട്ടൊരു പദ്ധതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതും അത് തന്നെയാണ്. വർക്ക് വിത്ത് പ്ലാൻ. നമുക്ക് എല്ലാത്തിനും ഒരു പ്ലാൻ, വ്യക്തമായിട്ടുള്ളൊരു പദ്ധതി നമുക്കുണ്ടാകുമ്പോഴാണ് എല്ലാത്തിനും നമുക്കൊരു അടക്കും ചിട്ടയും ഒക്കെ ഉണ്ടായിട്ട് തീരുക. ഇപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയോടെ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കണം. എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കണം. കുടുംബത്തിൻ്റെ ദൗത്യങ്ങൾ, കുടുംബത്തിൽ ഇപ്പോൾ പിതാവാകാം, മാതാവാകാം, മക്കളാകാം, അല്ലെങ്കിൽ അപ്പാപ്പനാകാം, അമ്മാമ്മയാകാം, എല്ലാവർക്കും ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറേ ദൗത്യങ്ങളുണ്ട്. ഇനി ഒരു ജോലി സ്ഥലത്താണെങ്കിൽ ഏത് ജോലിയാണോ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് അതനുസരിച്ച് അത് ദൈർഘ്യമുള്ളതാകാം, ഹ്രസ്വമാകാം, പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയം നമുക്ക് കൊടുക്കണം. ഇനി ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോഴാണെങ്കിൽ സൊസൈറ്റിക്ക് നമ്മൾ ഇപ്പം ഞാൻ വീട് വിട്ടു പോകുന്നു, ജോലി സ്ഥലത്ത് പോകുന്നു, വീട്ടിൽ വരുന്നു. അപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ ഒന്നുമല്ലാതെയായിട്ട് തീരുകയാണ്. സൊസൈറ്റിയോടും നമ്മൾ നൽകേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം ആകെ തുക പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കുള്ളത് തന്നെയാണ്. ഈ തിരക്കുള്ള ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ അനുദിന നിമിഷങ്ങളെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോഴാണ് നമുക്ക് വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുക. കുടുംബത്തെ ദൗത്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കാതെ വരുമ്പോൾ വിഷമങ്ങളായി, പ്രയാസങ്ങളായി. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ജോലി സ്ഥലത്ത് ഉത്കണ്ഠാകുലരാണ്, അസ്വസ്ഥരാണെങ്കിൽ എല്ലാവരെയും നമ്മൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കുടുംബത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ കുടുംബത്തെ അസ്വസ്ഥതകളായി, ബുദ്ധിമുട്ടുകളായി നമുക്ക് കുടുംബത്തുള്ളവരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. എത്രയോ മക്കൾ ക്ഷമയില്ലാത്തതിൻ്റെ ഫലമായിട്ട് ജോലി നഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പോൾ വിവാഹമോചനത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. മ്യൂച്വൽ ഡൈവേഴ്സ് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. രണ്ടുപേരും കൂടി പോകുന്നു, രണ്ടുപേരും കൂടി ഡൈവേഴ്സ് ആകുന്നു, രണ്ടുപേരും അവനവൻ്റെ തലങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് സമർപ്പിക്കുവാനായിട്ട്, നന്നായിട്ടൊന്ന് മനസ്സിലാക്കി ജീവിക്കാനായിട്ട് സാധിക്കാത്തതിൻ്റെ ഫലമായിട്ട് ഡൈവേഴ്സിലേക്ക് എത്തുന്ന വിവാഹങ്ങൾ ഇന്ന് അനേകങ്ങളായിട്ട് തീർന്നിരിക്കുകയാണ്. ജോലി സ്ഥലത്ത് ക്ഷമയില്ലാതെ പെരുമാറുന്നതുകൊണ്ട് മറ്റുള്ള ജോലിക്കാർക്കൊക്കെ ഉണ്ടാക്കി തീർക്കുന്നതുകൊണ്ട് ജോലി നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടുതലാണ്. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോയി സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ അതോറിറ്റി ഒക്കെ കാണിക്കും. എല്ലാത്തിൻ്റെയും പിറകിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. അപ്പോൾ കാരണത്തെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. എല്ലാത്തിൻ്റെയും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകളാണ്. അപ്പോൾ എന്ത് പറയാൻ സാധിക്കും? അങ്ങാടി തോറ്റതിന് അമ്മയുടെ നിറക്കെന്ന് പറയില്ലേ, ഒരു ഡിഫെൻസ് മെക്കാനിസമാണ്. ഓഫീസിൽ എനിക്ക് വേണ്ട വിധത്തിൽ പെരുമാറാനായിട്ട് സാധിച്ചില്ല, ഒരുപാട് ജോലി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് മാനേജർ വിളിച്ചാൽ എപ്പോഴും വഴക്ക് പറയുന്നു, പ്രവർത്തകർ വളരെ മോശമായിട്ട് എന്നെ നോക്കുന്നു, ഒരു ജോലിയില്ല, ഒരു ഉത്തരവാദിത്വമില്ലാത്ത മനുഷ്യനാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അവിടെ എനിക്ക് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് അത് തീർക്കുന്നു. ഇപ്പോൾ സെൽഫ് മെക്കാനിസത്തിലൊക്കെ പറയില്ലേ, ഓഫീസിൽ ആരെയും ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് പട്ടിയെ എടുത്തിട്ട് തല്ലുക എന്നുള്ളത്. ഇതൊക്കെയാണ് സാധാരണ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ടൊരു ലൈഫ് നടത്തണമെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു പദ്ധതി നമുക്കുണ്ടായിരിക്കണം. എങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇപ്പം 4 മണിക്ക് എഴുന്നേൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കണം. ഞായറാഴ്ച ആയതുകൊണ്ട് 8 മണിക്ക് എഴുന്നേൽക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 4 മണിക്കൂറത്തെ സമയം നമ്മൾക്ക് നഷ്ടപ്പെടുകയാണ്. പിന്നെ നമ്മൾ ഓടിപ്പെടേണ്ടതായിട്ട് വരുന്നു. അതുപോലെ 10 മണിക്ക് കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ 10 മണിക്ക് കിടക്കണം. അപ്പോൾ ഒരു ഓർഡർ ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സമയം എന്തെല്ലാമാണ് ഞാൻ ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ നിരത്തുകളിലേക്കൊക്കെ ഇറങ്ങി തന്നു കഴിഞ്ഞാൽ എന്തൊരു തിരക്കാണ് റോഡുകളിലൊക്കെ. എല്ലാവരും പായുകയാണ്, വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കുകയാണ്. കാരണം എന്താണ്? ജോലി സ്ഥലത്ത് 9 മണിക്ക് എത്തണം. 9 മണിക്ക് ജോലി സ്ഥലത്ത് എത്തേണ്ട എനിക്ക് 45 മിനിറ്റിൻ്റെ യാത്രയുണ്ടെങ്കിൽ ഞാൻ 8:20 യാത്ര തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് 9 മണിക്ക് ഓഫീസിൽ എത്തിച്ചേരുക? ബ്ലോക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് സഹയാത്രിക്കാരുടെ ബുദ്ധിമുട്ടുണ്ടാകാം. ഇതെല്ലാം ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് 45 മിനിറ്റിനുള്ള യാത്രയ്ക്ക് ഞാൻ 15 മിനിറ്റിന് മുമ്പേ ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് എത്രയോ സുഖകരമായിട്ട് എത്തിച്ചേരാൻ സാധിക്കും. അപ്പം നേരത്തിനെത്തുക എന്നുള്ള ടെൻഷൻ, ഇതിനിടയ്ക്ക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും തെറി വിളിക്കുന്ന അവസ്ഥ, അസ്വസ്ഥപ്പെടുന്ന അവസ്ഥ, അപകടങ്ങളിൽ ചെന്ന് വീഴുന്ന അവസ്ഥ, ഇതൊക്കെ ഇതിനും കാരണങ്ങൾ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായിട്ട് പോകുന്നതാണ്. വ്യക്തമായിട്ടൊരു പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ഞാൻ ചെയ്തു തീർക്കും എന്നുള്ള
ഒരു ചിന്ത നമുക്ക് ഇപ്പോൾ 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മണിയാകുമ്പോഴേക്കും എൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ തീരും. ഞാൻ എൻ്റെ ഒരു ടൈം ടേബിളാണ് പറയുന്നത്. 5:30ക്ക് എനിക്ക് പള്ളിയിൽ പോകാനായിട്ട് സാധിക്കും. 6 മണിക്ക് കുർബാന, എല്ലാം എനിക്ക് നന്നായിട്ട് ചെയ്യാനുള്ള സാധിക്കും. ഇപ്പോൾ ശനിയാഴ്ച ദിവസങ്ങൾ എടുക്കുകയാണെങ്കിൽ 6 മണിക്ക് എനിക്ക് കൗൺസിലിംഗ് സെഷനിൽ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 മണിക്ക് എഴുന്നേൽക്കും. 3 മണിക്ക് എഴുന്നേറ്റാലാണ് 5:15 എനിക്ക് ബസ് സ്റ്റാൻഡിലെത്താൻ സാധിക്കുക, 5:30 ബസ് എടുക്കാൻ സാധിക്കുക, 5:45 അവിടെ എത്തിച്ചേരാൻ സാധിക്കുക, 6 മണിക്ക് എൻ്റെ ഡ്യൂട്ടിക്ക് കയറാനായിട്ട് സാധിക്കുക. ഇങ്ങനെ എല്ലാ കാര്യവും നമ്മൾ ക്രമപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നാം. എല്ലാത്തിനും ഒരു ചിട്ടയും ക്രമവും ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ചിട്ടയും ക്രമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു ടെൻഷൻ ഫ്രീ ലൈഫ് നടത്താനായിട്ട് നമുക്ക് സാധിക്കും. സ്ട്രെസ് ഇല്ല, ആങ്സൈറ്റി ഇല്ല. വളരെ ശാന്തമായിട്ടൊക്കെ ജീവിക്കുന്നവരെയൊക്കെ കണ്ടിട്ടില്ലേ? വളരെ ശാന്തം, എല്ലാ കാര്യങ്ങളും അവർ ക്രമമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിന് നമുക്ക് ഒരു ക്രമ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം ആവശ്യമാണ്. ക്രമരഹിതമായിട്ട് തീരുമ്പോഴാണ് ഈ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നു, ആകുലതകൾ ഉണ്ടാകുന്നു, വ്യാകുലതകൾ ഉണ്ടാകുന്നു. ഭാര്യയെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നില്ല, ഭർത്താവിനെ സന്തോഷിക്കാൻ സാധിക്കുന്നില്ല, മക്കളോടുകൂടി ആയിരിക്കാൻ സാധിക്കുന്നില്ല, മക്കൾക്ക് അസ്വസ്ഥത, ഭാര്യയ്ക്ക് അസ്വസ്ഥത, ഭർത്താവിന് അസ്വസ്ഥത, അമ്മായിയമ്മയ്ക്ക് അസ്വസ്ഥത, പപ്പയ്ക്കും മമ്മിക്കും അസ്വസ്ഥത. ഇതൊക്കെ സംഭവിക്കുന്നതിന് കാരണം നമ്മളുടെ ജീവിതത്തിലെ ചിട്ടയും ക്രമവും, ഓർഡർ ഓഫ് ലൈഫ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാണ്. അപ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്. ടെൻഷൻ അധികമായിട്ട് വരുമ്പോഴാണ് സ്ട്രെസ്സായിട്ട് തീരുന്നത്. സ്ട്രെസ് നമുക്ക് ആങ്സൈറ്റിയിലേക്കും മറ്റു മാനസിക അസ്വസ്ഥതകളിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആലോചിക്കുന്നതും തീരുമാനിക്കുന്നതും ഒരു ടെൻഷൻ ഫ്രീ ലൈഫ് നടത്തുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിന് ക്രമത്തോടെയും ചിട്ടയോടും കൂടിയുള്ള ഒരു ജീവിത രീതി രൂപീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ഇന്ന സമയത്ത് ചെയ്തു തീർക്കണമെന്നുള്ള വ്യക്തമായൊരു ബോധ്യത്തിലേക്ക് കടന്നു വരിക. നാളെ നീളെ എന്ന് നമ്മുടെ പൂർവികർ പറയുന്നത് പോലെ ആയിത്തീരാതിരിക്കാനായിട്ട് എപ്പോഴും ചിട്ടയോടും ക്രമത്തോടും കൂടെ ഓരോ ദിവസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, കുടുംബത്തോടുള്ള ബാധ്യതകൾ, ജോലി സ്ഥലത്തോടുള്ള ബാധ്യതകൾ, നമ്മുടെ സമൂഹത്തോടുള്ള ബാധ്യതകൾ, നമ്മുടെ മക്കളോടുള്ള ബാധ്യതകൾ, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ മറ്റു കൂട്ടുകാരോട്, വർക്ക് പ്ലേസിൽ എല്ലായിടത്തും നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ആ ചെയ്തു തീർക്കേണ്ട സമയത്ത് ചെയ്തു തീർക്കേണ്ട രീതിയിൽ തന്നെ ചെയ്തു തീർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ടെൻഷൻ ഫ്രീ ആയിട്ട് നടത്തുവാനായിട്ട്, ജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സർവേശ്വരൻ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.